പാചകവാതകത്തിന് വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരമധ്യത്തിൽ ഒരു വിഷയമുണ്ടായിട്ടുണ്ട്. ഒരു മോഷണം. സാധാരണഗതിയിൽ സ്വർണം ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളാണ് മോഷ്ടിക്കുന്നത്. എന്നാൽ ഇപ്പോഴിവിടെ ഒരു ഹോട്ടലിൽ നിന്നും, അതായത് VS ഹോട്ടൽ ആര്യശാലയിലാണ് തിരുവനന്തപുരത്ത്, ഈ ഹോട്ടലിൽ നിന്നും കള്ളൻ അകത്ത് കടന്ന് ഒരു ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ച് പോയിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ചതല്ലാതെ മറ്റൊന്നും ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. അപ്പോൾ അത്രത്തോളം വിലപിടിപ്പുള്ളതാണ്. പിന്നെ കള്ളന് ഈ കടയിലേക്ക് എങ്ങനെ കയറിയെന്ന് ചോദിച്ചാൽ ഈ വാതിലാണ്. ഈ വാതിലിൻ്റെ പൂട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം പണിപ്പെട്ടാണ് കള്ളൻ തുറന്ന് അകത്തേക്ക് കയറിയിട്ടുള്ളത്. ഒന്നും നശിപ്പിക്കാതെ തുറന്ന് കയറാൻ കള്ളന് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ സ്വിച്ച് വരുന്നത്. ഈ സൈഡിൽ മെയിൻ സ്വിച്ചിനിടയിലേക്ക് കൈയിടാനുള്ളൊരു അകലമുണ്ട്. അതിനിടയിലൂടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കള്ളൻ അകത്തേക്ക് കടന്നു. മെയിൻ സ്വിച്ചിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ് കള്ളനെന്നാണ് കടയുടമ അടക്കം പറയുന്നത്. ഇവിടെ കടയിലെ ഈ ഒരു ഇടംചാടിയാണ്, ഈ ഭാഗത്തുകൂടെയാണ് കള്ളൻ അകത്തേക്ക് കടന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ചു കൊണ്ടുപോയത്. CCTV ദൃശ്യങ്ങളിൽ പിടിപെടുമെന്ന് കള്ളൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണഗതിയിൽ CCTV അടക്കമുള്ള കാര്യങ്ങൾ ഓഫ് ചെയ്യാനുള്ളൊരു ധാരണയുണ്ടാകും. പക്ഷേ കള്ളൻ ഇപ്പോൾ അബദ്ധം പറ്റിയിരിക്കുന്നത് CCTVയിലെല്ലാം പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ കടയിലേക്ക് കടന്നു കയറി വളരെ പണിപ്പെട്ട് സാവകാശം കള്ളൻ ഇവിടെ നിന്നും ആ വാതിൽ വഴി കയറി മോഷ്ടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോയി എന്നുള്ളതാണ് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ കടയ്ക്കുള്ളിലേക്ക് കയറാൻ എങ്ങനെയെന്ന കൃത്യമായിട്ട് കള്ളനൊരു ധാരണയുണ്ടായിരുന്നു. അതുതന്നെയാണ് വലിയൊരു ആശങ്ക. അതായത് അറിയാമെന്നുള്ള ഒരാളാണ്, ആരാണെന്നുള്ളതല്ല. ഏതായാലും വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഫോർട്ട് പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് കള്ളൻ രാത്രി 1:45 എത്തിയിരിക്കുന്നത്. 1:45 കള്ളൻ ഇവിടെ നിന്നും വളരെ പണിപ്പെട്ട് മോഷണം നടത്തി ഗ്യാസ് കുറ്റിയുമായി പോയി എന്നുള്ളതാണ് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CCTV ദൃശ്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഈ ഒരു സംഭവം. അതായത് കള്ളൻ ഇവിടെ വന്ന് അകത്ത് കയറി എത്രത്തോളം പാടുപെട്ടാണ് മോഷണം നടത്തിയതെന്ന്. എല്ലാ മെയിൻ സ്വിച്ച് അടക്കം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും CCTVയിൽ പെടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതായാലും കടയുടമയടക്കമുള്ളവരിവിടെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ശരിക്കും എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ രാവിലെ സ്ഥിരം വരുന്നത് 5:30 മണിക്കാണ് വരുന്നത്. 5:30 മണിക്ക് വന്ന് തുറക്കാനായിട്ട് നോക്കിയപ്പോൾ ഈ സൈഡ് കറണ്ടുണ്ട്, തുറന്നിട്ട് നോക്കിയപ്പോൾ അവിടെ കറണ്ടില്ല. അങ്ങനെ ഫ്യൂസിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഫ്യൂസ് ഓപ്പൺ ആക്കി നോക്കിയിട്ട് 2 ഇളക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഫ്യൂസ് ഇളക്കിയിട്ടിരിക്കുന്നു, ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങിയപ്പോഴേക്കാണ് ഗ്യാസ് കുറ്റി കാണാനെന്നുള്ളത് മനസ്സിലായത്. ഉടനെ തന്നെ CCTV പരിശോധിച്ചപ്പോഴേക്കാണ് കള്ളങ്കരി ഗ്യാസ് എടുത്തുകൊണ്ട് പോയെന്നുള്ളവർ തോന്നിയത്. ഉടനെ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്യാസ് കുറ്റി അല്ലാതെ വേറെ എന്തെങ്കിലും പോയോ? വേറെ ഒന്നും നഷ്ടപ്പെട്ടില്ല. അവർ ഫുൾ സിലിണ്ടർ ഗ്യാസ് ഇന്നും നാളേക്കും വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. തിങ്കളാഴ്ച തൊട്ട് ഹോട്ടലിൽ നമുക്ക് തുറക്കാൻ പറ്റില്ല ഗ്യാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ. ഇന്നും നാളെയും കൂടെ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഗ്യാസാണ് എടുത്തിട്ട് പോയത്. പിന്നെ ഈ കള്ളനെ തിരിച്ചറിയാൻ പറ്റിയോ? കള്ളനെ നമുക്ക് പക്ഷേ ഞങ്ങൾ കണ്ടതായിട്ട് ഓർക്കണില്ല. പക്ഷേ CCTVയിൽ കള്ളനെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഞങ്ങളുമായിട്ട് ഒരു ശത്രുതയുള്ള ആളുമല്ല. പക്ഷേ എന്താ ഇത് ചെയ്തതെന്നുള്ളത് അറിയില്ല. ഞങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് വന്നതാണ്. അറിയാമെന്നുള്ള ഞങ്ങൾക്ക് ഒരാൾ ഡൗട്ടുണ്ട്. അയാൾ തന്നെയാണ് ഇയാളെ പറഞ്ഞു വിട്ടത്. കാരണം കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആരും വരുമല്ലോ, വന്ന് ചെയ്ത് കൊടുക്കുമല്ലോ. കാരണം ഞങ്ങൾ തന്നെ ഫോക്കസ് ചെയ്ത് വരാൻ കാരണം എന്ന് പറയുന്നത് കാരണം ഈ തൊട്ടടുത്ത ഷോപ്പിലുള്ള സാധനങ്ങളാണ് ഈ കംപ്ലീറ്റ് ഇവിടെ നിരത്തി വെച്ചേക്കുന്നത്. അതൊന്നും കള്ളന് വേണ്ട. കള്ളന് ഞങ്ങളുടെ കിച്ചണകത്തുള്ള ഗ്യാസ് കുറ്റി മാത്രം മതി. പിന്നെ അറിയാമെന്നുള്ള ആളെന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ സ്കെച്ച് കംപ്ലീറ്റ് അറിയാമെന്നുള്ള ആൾ പറഞ്ഞു കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. കാരണം മീറ്റർ അവിടെ ഇരിക്കുന്ന കാര്യം പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കും അറിയാൻ വയ്യ. പിന്നെ CCTV കയറി കഴിഞ്ഞപ്പോഴത്തേനും CCTV കണ്ടതും പിന്നെ ബാക്കിൽ ഡോറുള്ള കാര്യം ഇതൊന്നും അറിയില്ല. ഇതെല്ലാം വന്ന് അപ്പോൾ അത്രയും സ്കെച്ച് ചെയ്ത് വന്ന ഒരാളാണ്. പക്ഷെ വന്ന് അയാളുടെ ജോലി പണി നല്ല രീതിയിൽ അയാൾ ചെയ്ത് അയാൾ പോയി. നന്നായിട്ട് പണി ചെയ്യുന്ന കള്ളനാണ്. പണി അതെ നന്നായിട്ട് പണി ചെയ്യുന്ന കള്ളനാണ്. കാരണം കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യും എന്നുള്ള ഒരു ഇതുള്ള. കാരണം ഇയാൾ ഇന്നലെ ഞങ്ങൾ തൊട്ടടുത്ത ഈ ഷോപ്പ് ഉടമ ഗോപദാസുമായിട്ട് ഞങ്ങൾ തുടങ്ങി അന്ന് മുതൽ വഴിത്തർക്കമുണ്ട്. അപ്പോൾ ഈ വഴിത്തർക്കത്തിൻ്റെ പേരിൽ അയാളുമായിട്ട് എന്നും പ്രശ്നമാണ്. ഫോർട്ട് സ്റ്റേഷനിൽ 2 FIR അയാളുടെ മക്കളുടെ പേരിലുണ്ട്. ഞങ്ങൾ അടിച്ച കേസിലും ഞങ്ങളുടെ ക്യാമറ മോഷ്ടിച്ച ഒരു ദിവസം ഒരു വെളുപ്പിന് 2:30 മണിക്ക് അയാളുടെ മക്കൾ കഞ്ചാവൊക്കെ അടിച്ചിട്ട് വന്നിട്ട് അവന്മാർ വന്ന് ഈ ക്യാമറ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ വന്നപ്പോഴത്തേനും
വന്നപ്പോഴത്തേനും അവർ ഹെൽമെറ്റൊക്കെ വെച്ച് ഫ്ലാഷ് ലൈറ്റും ഒക്കെ ആയിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ അവരുടെ ബോഡി കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പയ്യന്മാരും ഐഡൻറ്റിഫൈ ചെയ്തു അത് അവരുടെ തന്നെയാണെന്നുള്ളത്. പക്ഷേ പോലീസ് മാത്രം ഇതുവരെയ്ക്കും ഒന്നും ചെയ്തിട്ടില്ല. കാരണം FIR ഫയൽ ചെയ്തതേ ഉള്ളൂ, അല്ലാതെ അവർ വേറെ അവരെ പിടിക്കുകയോ വേറെ ഒരു ഇതും ചെയ്തിട്ടില്ല. അപ്പോൾ അവർ വന്ന് ഞങ്ങളുടെ ക്യാമറ അടിച്ചുകൊണ്ട് പോയിട്ട് അതിന് ശേഷം ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ അയാളുടെ സാധനത്തിൽ തട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മൺവെട്ടി അവിടെ വിൽക്കാൻ വെച്ചേക്കുന്ന മൺവെട്ടി എടുത്തിട്ടാണ് വിൽക്കാൻ വെച്ചേക്കുന്ന സാധനങ്ങൾ എടുത്തിട്ടാണ് ബാക്കിയുള്ളവരുടെ നെഞ്ചത്ത് കയറുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ മാരകായുധങ്ങൾ വിൽക്കാൻ വെച്ചേക്കുമ്പോഴത്തേനും അതെടുത്ത് വെച്ച് ചെയ്യാമല്ലോ. അങ്ങനെ ആ മൺവെട്ടി എടുത്ത് എൻ്റെ സ്റ്റാൻഡിങ് ബോർഡ് അവിടെ വെച്ചിരുന്നതിന് അതിനെയും അടിച്ച് പൊട്ടിച്ചു, എന്നെയും അടിക്കാൻ വന്നു. അത് ഞാൻ ഫോർട്ട് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. ഇന്ന് രാവിലെ ചെല്ലണമെന്നും പറഞ്ഞതായിരുന്നു. അതിന് ബദലായിട്ട് ചെയ്തതാണിത്. അപ്പോൾ സംശയമുണ്ട്, ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടതാണോ ഈ മോഷണം എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ അതിനെല്ലാം ഉപരി ഒരു കൗതുകമെന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് കുറ്റിക്ക് വില കൂടുന്ന ഈ ഒരു അവസ്ഥയിലാണ് ഗ്യാസ് കുറ്റി തന്നെ മോഷ്ടിച്ചുകൊണ്ട് കള്ളൻ പോയിട്ടുള്ളത്. ഏതായാലും പോലീസ് വിശദമായി അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വരുമ്പോൾ ഈ പ്രതിയെ കണ്ടെത്തുമ്പോൾ ഈ സംശയിക്കുന്ന ആളുകൾ തന്നെയാണോ എന്ന് കൂടി കടയുടമ നോക്കും. അതല്ലെങ്കിൽ ഗ്യാസ് ക്ഷാമത്തിനെ തുടർന്ന് വളരെ ബുദ്ധിമുട്ടി ഒരു കള്ളൻ ഇവിടെ എത്തി വിലപിടിപ്പുള്ള ഗ്യാസ് കരിഞ്ചന്തയിൽ വിൽക്കാനായി കൊണ്ടുപോയതാകാനും സാധ്യതയുണ്ട്. ഏതായാലും വിശദമായൊരു അന്വേഷണം ഉണ്ടാകും. അതിനുശേഷം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിത്തിനൊപ്പം വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.